എന്തൊരു ക്ഷീണം ഇത്. ഓ. അയ്യോ, ടോമി ചത്തു. ടോമി ആരോ കൊന്ന്. ടോമി 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 അയ്യോ, ചത്ത ടോമി എഴുന്നേറ്റ്. എന്തിനീ സ്വൈരം തരൂലേ നീ? പ്രേതല്ല, വായിന്നോലെ കേട്ട് പിടിക്കരുത്. മനുഷ്യ ക്ഷീണം കാരണം ശകലം ഒന്ന് ഉറങ്ങിപ്പോയിന്. അത് ക്ഷീണിക്കാൻ ഇനി മാത്രം കാരണം ഉണ്ടായത്. ഇന്നലെ രാത്രി നേരെ ഉറങ്ങാൻ പറ്റിയില്ല. ആ ക്ഷീണത്തിന് ശകലം കിടന്ന് ഉറങ്ങിപ്പോയി. അതിനിപ്പോ എന്ത്? എന്താ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റാഞ്ഞേ? നിനക്കെല്ലാം അറിയണോ? അല്ല, അങ്ങനെയല്ല, വെറുതെ ചോദിച്ചതേള്ളൂ. ഇവിടെ വേറെ 1008 ജോലി ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാൻ വയ്യ നിനക്ക് ഇവിടെ. ഓ, ഞാൻ ജോലി ചെയ്തോളാം, എനിക്കിങ്ങനെ അപമാനിക്കണ്ട. പറയണ്ടെങ്കിൽ പറയണ്ട. എന്തെങ്കിലും ആർത്തവരെ കാര്യം അറിയാൻ വേണ്ടിയാണോ അവളെ ശുഷ്കാന്തി ഉറങ്ങാനും വിടൂല. എന്നാലും എന്തായിരിക്കും ഇന്നലെ അവൻ ഉറങ്ങാത്തത്? എന്തിലോട്ടെ. ഇവളും എന്തായി കിടന്ന് ഉറങ്ങുന്നേ? മീനു മീനു മീനു, എന്ത് താഴ്ത്തിരുന്ന കാര്യം പറയുന്നേ? പിന്നെ എവിടെയാന്നാണാവോ തമ്പുരാട്ടി ഉദ്ദേശിച്ചത്? അത് ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ക്ഷീണിക്കാൻ പാത്രം ഇന്നലെ രാത്രി നീ എന്താ ചെയ്തത്? ചേടാ, മനുഷ്യന്മാർക്കൊന്നും ക്ഷീണിക്കാനും പാടില്ലേ? ഇന്നലെ രാത്രി എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ ഇത്തിരി ക്ഷീണം തോന്നി. അതിനിപ്പോ എന്താ? ഡയലോഗ് ഞാൻ എവിടെയോ. ഇന്നലെ രാത്രി നേരെ ഉറങ്ങാൻ പറ്റിയില്ല. ആ ക്ഷീണത്തിന് ശകലം കിടന്ന് ഉറങ്ങിപ്പോയി. അതിനിപ്പോ എന്ത്? എന്താ ഒരൊത്തൊരുമ. എന്താ എടി മോളെ മീനു, കണ്ണടിച്ച് പാല് കുടിക്കുന്ന പൂച്ചയ്ക്ക് ഒരു വിചാരമുണ്ട്. ഞാൻ പാല് കുടിക്കുന്നത് വേറെ ആരും കാണുന്നില്ല എന്ന്. അപ്പൊ അറിയാം, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് അല്ലേ? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനുഷ്യൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. സത്യം പറ, നീ ആ ടോമിയെ രാത്രി വിളിച്ചോണ്ടിരുന്നോണ്ടല്ലേ ഉറങ്ങാൻ പറ്റാത്തത്? ഇതിനോട് ആരാ പറഞ്ഞേ? പൊന്നു മോളെ, എല്ലാ കാര്യത്തിനും നിന്റെ കൂടെ നടക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആയ എന്റെ അടുത്ത് നീ ചതി ചെയ്യരുതായിരുന്നു. കേട്ടല്ലോ? ഓ ഓ അപ്പൊ അത് തന്നെയാണ് കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. കൊള്ളടി, കൊള്ളാം, മനസ്സിലായി മനസ്സിലായി. അതിനധികം നേരം സംസാരിച്ചില്ല, കുറച്ചു നേരം സംസാരിച്ചുള്ളൂ. കുറച്ചു നേരം എന്ന് പറയുമ്പോൾ എത്ര സമയത്തായിരുന്നു, എത്ര മണിക്കായിരുന്നു നിങ്ങൾ ഈ ഒരു പ്രസ്തുത സംഭാഷണം? അത് പിന്നെ രാത്രി ഒരു 12 മണിയായി കാണണം. രാത്രി 12 മണിക്ക് കുറച്ച് സമയം സംസാരിച്ചെന്നല്ലേ? ഈ രാത്രി 12 മണിക്ക് കുറച്ച് സമയം സംസാരിക്കുന്ന എന്താണെന്നൊന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ നീ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റപ്പോ നാളെ തരാം എന്ന് പറഞ്ഞത് എന്താണെന്ന് ഊഹിക്കാനുള്ള ബോധം എനിക്കുണ്ട്. മീനു, ശരിക്കും നീ അവന് നാളെ എന്താ കൊടുക്കാന്ന് പറഞ്ഞു? നീ ചുമ്മാ അശ്ലീല കാര്യങ്ങൾ സംസാരിക്കല്ലേ? ഈയുടെ പൊന്നുമോളെ ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ ഞാൻ സിംഗിൾ ആയിട്ട് നടക്കുന്നെങ്കിലും ഒരു കാലത്ത് ഞാനൊരു വർണ്ണപ്പട്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? സോ ഐ നോ എവറിത്തിങ്, ടെൽ മീ. നീ ചുമ്മാ അനാവശ്യ കാര്യങ്ങളൊന്നും പറയാതിരിക്കും. മീനു, ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഇടയിൽ. നീ അത് കീപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ ആദ്യം വന്ന് എൻ്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ നീ അത് ചെയ്തില്ല. വൈ? അത് പിന്നെ വൈ? ബിക്കോസ് നീ എന്നെ നമ്പലേ. അയ്യോ, നമ്പുന്നുണ്ട്, ഞാൻ നിന്നെ നമ്പുന്നുണ്ടടി. ഇത് നമ്പുന്നതിന്റെ പ്രശ്നമല്ലടി. ഒന്നാമത്തെ കാര്യം, ഞാനും ടോമിയും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇന്നലെ സംസാരിച്ചിട്ടും വലിയൊരു ക്ലാരിറ്റി ഒന്നും ആയില്ല. അതുകൊണ്ട് നിന്നോട് പറയാൻ ഞാൻ ഒന്നും ആയില്ലല്ലോ. വേണ്ട, പറയണ്ട. അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഞാൻ ആരാ? വെറും ഒരു അജ്ഞാത, വഴിപോക്ക, ജസ്റ്റ് എ കൊളീഗ്. എങ്ങോട്ടെന്നറിയാതെയുള്ള യാത്രയിൽ വഴിവെക്കിൽ കാണുന്ന ഏതോ ഒരാൾ. തുടങ്ങി ഇമോഷണൽ ഡ്രാമ. പേടിക്കണ്ട, ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. അല്ലെങ്കിലും നമ്മളൊക്കെ ആരാ? പോവല്ലേടി, പറയട്ടെ. ഇതിപ്പോ ഇരട്ടി തലവേദനയായല്ലോ. ഇവനെന്ത് ഇവിടെ നടക്കണേ? രമ്യ മേരുമേടെ അങ്ങനെ ഇവനെ തലക്കടിച്ച് കൊണ്ടിട്ടേക്കണാണ്.
ഇനി ഞാൻ ആ കൊലക്കേസ് സാക്ഷി പറയേണ്ടി വരും. നോക്കി കൈ വെച്ച് നോക്കാം. ഞാനൊന്ന് കണ്ണടച്ച സമയത്ത് നിനക്ക് ചാരി നിർത്തി കവർ നിറച്ചു വരുന്നോ? അല്ല, അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാ വേണമെങ്കിൽ. മനസ്സിലായടാ, മനസ്സിലായി. ഇതൊക്കെയാണല്ലോ ഇതിന്റെ മനസ്സിലിരിപ്പ്. ഇപ്പൊ ഇറങ്ങണ ഈ ഓഫീസിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു ചുക്ക് കിട്ടാൻ പോണില്ല. എടാ, ആ മേരും നിന്നെ ജോമിന്റെ കണ്ണെടുത്ത കണ്ണൂടാന്ന് അറിയാലോ. അവര് നിനക്ക് കണ്ടിട്ട് പണി തരാൻ നോക്കിയിരിക്കാം. ഇൻ കേസ് അവര് നിന്നെ ഇവിടെ തല്ലി കൊടുത്ത് ഇട്ടേക്കണം അറിയാൻ വേണ്ടിയാ ഞാൻ നിന്റെ മൂക്കി കൈ നോക്കുന്നത്. സാത്ത് കൊണ്ട് നോക്കാനായിട്ട്. അയ്യോ പെണങ്ങല്ലേ വാവേ. ഏടാ നീ പെട്ടെന്ന് മനുഷ്യൻ ഉറങ്ങി കിടക്കുമ്പോ ഇങ്ങനെ മുഖത്തിങ്ങനെ വന്നിരിക്കുമ്പോ പെട്ടെന്ന് ഞെട്ടി എണീച്ച് പേടിച്ചപ്പോഴല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എവിടെ നിന്നാണ് പണി പറയുന്നത് ഒന്നും പറയാൻ പറ്റൂല. ലാസ്റ്റർ പണി വെക്കുന്നല്ല, ജനറലായിട്ട് പണി വരാല്ലോ. അതെ അല്ലേ? അല്ല, നീ എന്താ ഇവിടെ വന്ന് കിടന്നുറങ്ങണ? ഓ ഒന്നും പറയണ്ട. എടാ ഇന്നലെ രാത്രി ഞാൻ ഒരു ശകലം താമസിച്ചു പോയി ഉറങ്ങാൻ. പകരം രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് ഉറക്കം വന്നില്ല. അപ്പൊ ഒരു പവർ നാപ്പ് എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ കിടന്നായിരുന്നു. അതെ അല്ലേ? അങ്ങനെ കുടിക്കാൻ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും? ഓ വേണ്ട, ചായയോ കാപ്പിയോ വല്ലതും വേണമെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം. അയ്യോ അങ്ങനെ പറയല്ലേ, ഇതല്ലേ എന്റെ പണി. ഒരു ചായ കാപ്പിയൊക്കെ ഞാൻ എടുത്ത് കുടിക്കൂലേ? ലാസറിന്റെ പണിയൊക്കെ മാനിച്ചനെ ഉറങ്ങാൻ വിടാതെ ഓരോന്ന് കെട്ടിയെടുത്ത് രാവിലെ വന്നോളൂ. എടാ, നിനക്കൊക്കെ ഉള്ള പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്, നോക്കിയിരുന്നു. സമയത്തിന് വിളിച്ചു.